ഹലോ മക്കളെ, അപ്പൊ നമ്മൾ മാർക്കറ്റ്സ് അറൗണ്ട് അസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ആ ചാപ്റ്ററിനകത്ത് നമ്മൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മാർക്കറ്റ്സിനെ പരിചയപ്പെട്ടു അല്ലെ. വീക്ക്ലി മാർക്കറ്റ് പഠിച്ചു. എന്നാ വീക്ക്ലി മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ആയിരിക്കും അവര് മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ടാവും അല്ലെ, ഒരു സ്ഥലത്ത്. പിറ്റേ ദിവസം അവര് വേറെ സ്ഥലത്ത് പോകും. അങ്ങനത്തെ വീക്ക്ലി മാർക്കറ്റിനെ പറ്റി നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ക്രെഡിറ്റ് ആയിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന നമുക്ക് അറിയുന്ന കടക്കാരൊക്കെ ആണെങ്കിലും അല്ലാന്നുണ്ടെങ്കിലും നമുക്ക് കാർഡ് പേയ്മെന്റും ഞാൻ പറഞ്ഞു തന്നു. അപ്പം ആ രീതിയിൽ ക്രെഡിറ്റ് ആയിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. ഇത്തരത്തിലുള്ള ഡിഫറെന്റ് മാർക്കറ്റ് നമ്മൾ പരിചയപ്പെട്ടു. ഇനി നമ്മൾ നോക്കുന്നത് ഷോപ്പിംഗ് കോംപ്ലക്സസ് ആൻഡ് മാൾസ്. മാളുകളും ഷോപ്പിംഗ് കോംപ്ലക്സസും. So far we have seen two kind of marketplace, weekly markets and markets in our neighborhood അല്ലെ. നമ്മൾ വീക്ക്ലി മാർക്കറ്റിനെ പറ്റിയും പഠിച്ചു, നമ്മുടെ വീടിനടുത്തുള്ള മാർക്കറ്റിനെ പറ്റിയിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്തു. And there are other markets in the urban area that have many shops, popularly called shopping complexes. അത് അർബൻ ഏരിയയിലേക്ക് വരുമ്പം, കുറച്ചും കൂടി അർബൻ ഏരിയയിലേക്ക് വരുമ്പം വേറൊരു ടൈപ്പ് മാർക്കറ്റ് നമുക്ക് കാണാൻ പറ്റും. അതാണ് ഷോപ്പിംഗ് കോംപ്ലക്സസ്. ഷോപ്പിംഗ് ചെയ്യുന്ന വലിയ കോംപ്ലക്സ്, അതായത് ഷോപ്പിംഗ് കോംപ്ലക്സസ് എന്ന് പറയുന്നത്. നമ്മൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഷോപ്പിംഗ് കോംപ്ലക്സസിൽ പോകും. These days in many urban areas you also have large multi-storied air-conditioned buildings with shops on different floors known as malls. അല്ലെ, നമുക്കൊരു സെൻട്രൽ AC വെച്ചിട്ട് മാളിൽ മൊത്തത്തിൽ നല്ല തണുപ്പ്, നല്ല AC ആയിട്ടുള്ള എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള ഒത്തിരി ഫ്ലോറുകളിലായിട്ട് ഡിഫറെന്റ് ഷോപ്പുകൾ ഉള്ള മാളുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. ലുലു മാൾ എന്ന് കേട്ടിട്ടുണ്ടാവും, ഫോക്കസ് മാള്, ഹൈലൈറ്റ് മാള് അല്ലെ. ഒത്തിരി മാളുകൾ ഉണ്ട് അല്ലെ, പോത്തീസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആൻഡ് ഇൻ ദീസ് അർബൻ മാർക്കറ്റ്സ് യു ഗെറ്റ് ബോത്ത് ബ്രാൻഡഡ് ആൻഡ് നോൺ ബ്രാൻഡഡ് ഗുഡ് അല്ലെ. അങ്ങനത്തെ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടും. ഇനി ബ്രാൻഡ് അല്ല, അത്ര ബ്രാൻഡഡ് ഒന്നും അല്ലാത്ത നോൺ ബ്രാൻഡഡ് ഗുഡ്സും കിട്ടും അല്ലെ. അലൻസോളി പോലത്തെ ബ്രാൻഡഡ് സാധനങ്ങൾ, അല്ലെങ്കിൽ ലൂയിസ്, LP അല്ലെ, അതൊക്കെ നിങ്ങൾക്ക് ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളും കിട്ടും. ഇനിയല്ല, നോൺ ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ബ്രാൻഡഡ് ഗുഡ്സ് ആർ എക്സ്പെൻസീവ്. ഇനി ബ്രാൻഡഡ് ആണെന്നുണ്ടെങ്കിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ബ്രാൻഡഡ് ഗുഡ്സ് ആർ എക്സ്പെൻസീവ്, ഓഫൺ പ്രൊമോട്ടഡ് ബൈ അഡ്വർടൈസിങ് ആൻഡ് ക്ലെയിംസ് ഓഫ് ബെറ്റർ ക്വാളിറ്റി. ബ്രാൻഡഡ് ആണെന്നുണ്ടെങ്കിൽ അല്ലെ, അത് ബ്രാൻഡഡ് ആണ്, ഒരു സാധനം ബ്രാൻഡഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല ക്വാളിറ്റിയാണ്, ഒത്തിരി കാലം ഒന്നും ആവാത്തില്ല, ഒരു ചീത്തയാവാതെ ഡ്രസ്സ് ആയിക്കോട്ടെ വേറെ എന്തെങ്കിലും മെറ്റീരിയൽ ഒക്കെ ആയിക്കോട്ടെ, ബ്രാൻഡഡ് ആണെന്നുണ്ടെങ്കിൽ ഒത്തിരി കാലം നിൽക്കുന്നുള്ളതാണ് അതിന്റെ ഒരു ക്ലെയിം എന്ന് പറയുന്നത്. കമ്പനീസ് പ്രൊഡ്യൂസ്, അതുപോലെ തന്നെ അവർ ഒത്തിരി പൈസ അഡ്വർടൈസ്മെന്റ് ഉണ്ട് കേട്ടോ, ഒത്തിരി അഡ്വർടൈസ്മെന്റ് ഉണ്ട്. The companies producing these products sell them through shops and large urban markets and at times through special showrooms. ചിലപ്പോൾ സ്പെഷ്യൽ ഷോറൂംസ് വഴി അല്ലെങ്കിൽ അർബൻ മാർക്കറ്റ്, വലിയ വലിയ അർബൻ മാർക്കറ്റ്സിലൊക്കെ അവരെന്ത് ചെയ്യും, സെയിൽ നടത്തും. ആസ് കമ്പയർഡ് ടു നോൺ ബ്രാൻഡഡ് ഗുഡ്സ്, fewer people can afford to buy branded one. ഇപ്പം നോൺ ബ്രാൻഡഡിനെ അപേക്ഷിച്ച് ബ്രാൻഡഡ് സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വലിയ വ്യത്യാസം ഉണ്ടാവും വിലയിൽ. ഇപ്പം നോൺ ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ഷർട്ട് 500 രൂപയ്ക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ബ്രാൻഡഡ് വാങ്ങിക്കാൻ ചിലപ്പോൾ 4500 5000 രൂപ അല്ലെ, അത്രയും മൾട്ടിപ്പിൾ ടൈംസ് എമൗണ്ടിൽ ഡിഫറൻസ് വരും ബ്രാൻഡഡ് ആകുമ്പോഴും നോൺ ബ്രാൻഡഡ് ആകുമ്പോഴും. അപ്പൊ ബ്രാൻഡഡ് സാധനം ഒരാൾക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പൈസ ഉള്ള ആൾക്ക് മാത്രമേ ബ്രാൻഡഡ് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ ആൾക്കാർക്കും ഒരുപോലെ നമുക്ക് ബ്രാൻഡഡ് സാധനങ്ങൾ അഫോർഡബിൾ ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഓക്കെ, സോ ഇതാണ് ഒരു ഷോപ്പിംഗ് മാൾ അല്ലെ. ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി ഫ്ലോർ ആയിട്ട് അല്ലെ, ഒന്നാം ഫ്ലോർ, ഗ്രൗണ്ട് ഫ്ലോർ ഉണ്ടാവും അല്ലെ, പാർക്കിംഗ് ഏരിയ ഉണ്ടാവും, വിപുലമായിട്ടുള്ള പാർക്കിംഗ് ഫെസിലിറ്റി ഉണ്ടാവും. അതുപോലെ തന്നെ ഓരോ ഫ്ലോറിൽ നിന്ന് മറ്റേ ഫ്ലോറിലേക്ക് പോകാൻ ലിഫ്റ്റ് അല്ലെങ്കിൽ എസ്കലേറ്റേഴ്സ് ഉണ്ടാവും. അപ്പൊ നമുക്ക് വേണ്ട അല്ലെ, ഒത്തിരി ചുറ്റി നടന്നിട്ട് നമുക്ക് ഒത്തിരി സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം അല്ലെ, എല്ലാം ഉണ്ടാവും. ഫുഡ് ഐറ്റംസിന് ഫുഡ് കഴിക്കാനായിട്ട് വേറെ ഫെസിലിറ്റി ഉണ്ടാവും, ഫുഡ് കോർട്ടുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് വേണ്ട ഡ്രസ്സ്, വെജിറ്റബിൾസ് വാങ്ങിക്കണമെങ്കിൽ അതിനുള്ള ഫെസിലിറ്റീസ്, ഒത്തിരി ചപ്പൽ വാങ്ങിക്കണമെങ്കിൽ അങ്ങനെ, ബാഗ്, എന്ത് സാധനം, ഫാൻസി ഐറ്റംസ് എല്ലാം ബ്രാൻഡഡും ഉണ്ടാവും നോൺ ബ്രാൻഡഡും ഉണ്ടാവും. നമുക്ക് പോയിട്ട് വാങ്ങിക്കാം. എല്ലാ സാധനങ്ങളും അവൈലബിൾ ആയിട്ടുള്ള വലിയ വലിയ ഷോപ്പിംഗ് കോംപ്ലക്സസ് നമുക്ക് അർബൻ ഏരിയാസിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ,
So Anzai Mall is a 5-floor shopping complex. 5 ഫ്ലോർ ഉള്ള ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് Anzai Mall. is a 5-floor shopping complex. Kavita and Sujata were enjoying going up and down in the lift. അവിടെ പോയിട്ട് 5 ഫ്ലോർ ഉണ്ട് അല്ലെ. അപ്പം കവിതയും സുജാതയും കൂടെ പോയിട്ട് മേലെ കയറി താഴേക്ക് വന്നു ലിഫ്റ്റിൽ അല്ലെ. ലിഫ്റ്റ് ഒക്കെ നമുക്ക് മാർക്കറ്റ് അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെയാണ് അല്ലെ ലിഫ്റ്റിൽ പോയിട്ട് നമ്മൾ എൻജോയ് ചെയ്യുന്നത്. അപ്പം ലിഫ്റ്റിൽ കയറാ വരിക ഒക്കെ ചെയ്തു. It seemed as if it was made of glass and they were able to see outside as they went up. അല്ലെ ഗ്ലാസ് പോലത്തെ അല്ലെ ഭയങ്കര ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള അല്ലെ അകത്തും പുറത്തൊക്കെ കാണാൻ പറ്റുന്ന എന്താ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഗ്ലാസ് കൊണ്ട് ഒക്കെ ഉണ്ടാക്കിയാന്ന് വിചാരിക്കുന്ന ലിഫ്റ്റുകള്. It was fascinating to see so many different kinds of shops such as ice cream, burger, pizza and other food shops. അല്ലെ ഐസ്ക്രീം ഉണ്ട്, ബർഗർ, പിസ്സ ഷോപ്പ് ഉണ്ട്, shops full of home appliances, footwear, leather items as well as bookshops. അല്ലെ എല്ലാം ഉണ്ട്. ഐസ്ക്രീം കഴിക്കണേ ഐസ്ക്രീം ഉണ്ട്, ബർഗർ ഉണ്ട്, ലെതർ ഐറ്റംസ്, പിന്നെ ഒരുപാട് സാധനങ്ങൾ അല്ലെ ബുക്ക് ഷോപ്പുകൾ എല്ലാം ഉള്ള ഒരു വലിയൊരു 5-floor ഷോപ്പിംഗ് കോംപ്ലക്സിലാണ് പോയിട്ടുള്ളത്. While wandering about on the 3rd floor, they entered a shop that was selling branded ready-made clothes. അവരൊരു കടയിൽ കയറിയപ്പോ അവിടെ ബ്രാൻഡഡ് റെഡിമെയ്ഡ് ക്ലോത്തുകൾ കണ്ടു അല്ലെ. ബ്രാൻഡഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അല്ലെ നല്ല പൈസ ഉണ്ടാവും, നല്ല ക്വാളിറ്റി ഉണ്ടാവും എന്നൊക്കെയാണ് അതിന്റെ ക്ലെയിം വരുന്നത്. And the security guard looked at them as if he wanted to stop them, but he did not say anything. അല്ലെ ബ്രാൻഡഡ് സാധനങ്ങൾ സെക്യൂരിറ്റി ഗാർഡ് ഉണ്ടാവും അല്ലെ. ഷോപ്പിന്റെ മുമ്പിൽ സെക്യൂരിറ്റി ഗാർഡ് ഉണ്ടാവും. അപ്പൊ ഇവര് കുട്ടികളാണ്, കുട്ടികള് എന്തായാലും ബ്രാൻഡഡ് സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ പോകുന്നില്ല എന്നുള്ളത് ആ സെക്യൂരിറ്റി ചേട്ടൻ അറിയാം അല്ലെ. പക്ഷെ നമ്മളൊരാള് ഏതെങ്കിലും ആൾക്കാര് ഷോപ്പിലേക്ക് നിങ്ങൾ കയറണ്ടെന്ന് പറയുമോ? ഇല്ല അല്ലെ. ആൾക്കാർക്ക് കാണാനെങ്കിലും നമുക്ക് ഷോപ്പിലേക്ക് കയറാൻ പറ്റും, കയറണ്ടെന്ന് ആരും പറയില്ല. അപ്പൊ സെക്യൂരിറ്റിക്കാർ എന്ത് ചെയ്തിട്ടില്ല, കയറണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല. They looked at some dresses and then looked at the price tag. അല്ലെ അവര് ഡ്രസ്സ് എടുത്തു അല്ലെ. ബ്രാൻഡഡ് ഷോപ്പിൽ കയറിയിട്ട് അവര് ഡ്രസ്സ് എടുത്ത് അതിന്റെ പ്രൈസ് ടാഗ് നോക്കി. None of them was less than 3,000. അവര് പ്രൈസ് ടാഗ് നോക്കിയപ്പം 3000 താഴെയുള്ള ഒറ്റ ഡ്രസ്സ് പോലും കാണാനില്ല. ആൻഡ് ഓൾമോസ്റ്റ് 5 times the weekly market price. അവര് വീക്ക്ലി മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന 500 രൂപയ്ക്ക് വാങ്ങിക്കുന്ന സാധനമാണെങ്കിൽ 2500 രൂപ അല്ലെ, അല്ലെങ്കിൽ 1000 രൂപയ്ക്ക് വാങ്ങിക്കുന്ന സാധനമാണെന്നുണ്ടെങ്കിൽ എന്താണ് 4000 രൂപ വില വരുന്ന അല്ലെങ്കിൽ 5000 രൂപ വില വരുന്ന 5 times വീക്ക്ലി മാർക്കറ്റ് പ്രൈസിലാണ് ഇവിടെ എല്ലാം കൊടുത്തിട്ടുള്ളത്. സുജാത whispered to Kavita, I'll take you another shop which has good quality ready-made clothes at more reasonable prices. അപ്പൊ എന്താ പറയുന്നത്, ഇവിടെ നിന്നും വാങ്ങിക്കണ്ട, ഞാൻ നിനക്ക് വേറെ ഇതിൽ നല്ല സാധനം നിനക്ക് വേറെ ഇതിനേക്കാളും വില കുറച്ച സ്ഥലത്ത് നിന്ന് ഞാൻ വാങ്ങിച്ചു തരാം അല്ലെ. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറ്റിയിട്ടുള്ളത്? അത് ബ്രാൻഡഡ് ക്ലോത്ത് ആയതുകൊണ്ടാണ്. ബ്രാൻഡഡ് ക്ലോത്ത് പറഞ്ഞു എന്താണ്, നല്ല പൈസ ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാ ആൾക്കാർക്കും അഫോർഡബിൾ ആയിരിക്കില്ല അല്ലെ. അപ്പം ബ്രാൻഡഡ് സാധനം വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ അത് അത്രയും പൈസ ഉള്ള ആൾക്കാർക്കായിരിക്കും ബ്രാൻഡഡ് സാധനം വാങ്ങിക്കാൻ പറ്റും. അല്ലാതെ വീക്ക്ലി മാർക്കറ്റിൽ നിന്ന് സാധനം പർച്ചേസ് ചെയ്യുന്ന ഒരാൾക്ക് ബ്രാൻഡഡ് സാധനങ്ങൾ വാങ്ങിക്കാനുള്ള അഫോർഡബിലിറ്റി കുറവായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ചെയിൻ ഓഫ് മാർക്കറ്റ്സ് ആണ്. അതായത് മാർക്കറ്റിലുള്ള ഒരു ചെയിൻ പോലെ മാർക്കറ്റിംഗ് സിസ്റ്റം പോകുന്നത്. From where do you think shop owners procure their goods? അല്ലെ നമ്മള് ഈ കടക്കാരുടെ കാര്യം പറഞ്ഞു അല്ലെ. ഷോപ്പ് ഓണർക്ക് കട നടത്തുന്ന ആള്, അയാൾക്ക് ഈ സാധനങ്ങളൊക്കെ എവിടെ നിന്നായിരിക്കും കിട്ടുന്നുണ്ടാവുക? ആലോചിച്ചിട്ടുണ്ടോ? അപ്പൊ നിങ്ങൾ പറയും ഗുഡ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ഫാക്ടറീസ്, ഓൺ ഫാംസ് ആൻഡ് ഇൻ ഹോംസ് അല്ലെ. ഈ സാധനങ്ങൾ ഇപ്പൊ ബേക്കറി നടത്തുന്ന ഒരാളാണെന്നുണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനമാണെങ്കിൽ ഇപ്പൊ ക്ലോത്ത് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എവിടെ നിന്നായിരിക്കും? വലിയ വലിയ ഫാക്ടറിന്നായിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഫാക്ടറിന്നോ വേറെ പല സ്ഥലത്തുനിന്നും ഉണ്ടാക്കിയതായിരിക്കും. ഇതായിരിക്കും നമ്മുടെ വീട്ടിന്റെ അടുത്ത് വരെ എത്തുന്നുണ്ട് അല്ലെ. നമ്മുടെ വീടിന്റെ അടുത്തുള്ള അവിടെ വരെ എത്തുന്നുണ്ട്. However, we don't buy directly from the factory or from the farm. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമുക്കൊരു ഡ്രസ്സ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫാക്ടറിയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടാണോ പോയി വാങ്ങിക്കുന്നത്? ഇപ്പൊ പിന്നെയും കുറച്ചും കൂടെ ഓപ്ഷൻ ഉണ്ട് അല്ലെ. ഓൺലൈനൊക്കെ ആകുമ്പം ഇടനിലക്കാരില്ലാതെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അത് ഉണ്ടാക്കുന്ന ആൾക്കാർ തന്നെ ചിലപ്പം സെയിൽ നടത്താം. അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഓൺലൈൻ പർച്ചേസിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ നോർമൽ കേസിൽ എന്താണ്, നമ്മുടെ വീട്ടിന്റെ അടുത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള ടൗണിൽ പോയിട്ട് അല്ലെ, കുറച്ചും കൂടെ അടുത്തുള്ള ടൗണിൽ അല്ലെങ്കിൽ ഒരു മെയിൻ ടൗണിൽ ഒക്കെ പോയിട്ടായിരിക്കും നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ടാവുക.
അല്ലെ? അല്ലാതെ നമ്മൾ ഡയറക്റ്റ് അത് ഉണ്ടാക്കുന്ന ഫാക്ടറി പോയിട്ട് നമുക്കിപ്പോ ചായപ്പൊടി വേണം, ടീ വേണം എന്ന് വിചാരിക്കുക, ടീ പൗഡർ. അപ്പൊ നമ്മള് അത് എവിടെയാണോ ഉണ്ടാക്കുന്നത്, തേയിലത്തോട്ടത്തിൽ അവിടെ പോയിട്ടാണോ നമ്മൾ ചായപ്പൊടി എടുത്തിട്ട് വരുന്നത്? അല്ലേ, നമുക്ക് നമ്മുടെ തൊട്ടടുത്തുള്ള കടയിൽ ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത്, നമുക്ക് ഇഷ്ടമുള്ള സാധനമാണ് നമ്മൾ വാങ്ങിക്കുന്നത്. അതുപോലെ nor would the producers be interested in selling us small quantities such as 1 kilo of vegetables or 1 plastic mug. അതുമല്ല, നമ്മൾ ഇത്തരം ഫാക്ടറീസിൽ പോയി കഴിഞ്ഞിട്ട് ചേട്ടാ ഒരു 250 ചായപ്പൊടി വേണം, അല്ലെങ്കിൽ ഒരു 500 ഗ്രാം ചായപ്പൊടി വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്താണ് 1 കിലോ പച്ചക്കറി വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തരുമോ നമുക്ക്? ഇല്ല. ആ പ്രൊഡ്യൂസേഴ്സ് വലിയ എമൗണ്ട്, മിനിമം ഒരു 25 കിലോ അല്ലെങ്കിൽ ഒരു 50 കിലോ ഒക്കെ ഉണ്ടെങ്കിൽ അവർ ഒരുമിച്ച് വാങ്ങിച്ചാൽ മാത്രമേ അവര് സെയിൽ ചെയ്യുള്ളൂ. അല്ലാതെ അവര് ചെറിയ ചെറിയ എമൗണ്ടിലൊന്നും അവര് സാധനങ്ങൾ വിൽക്കില്ല ആ ഫാക്ടറിയിൽ നിന്ന്. The people in between the producer and the final consumer are the traders. അപ്പൊ അതിന്റെ ഇടയിൽ ഒരാള് പ്രവർത്തിക്കുന്നുണ്ട്. ഉണ്ടാക്കുന്ന ആളും വാങ്ങുന്ന ആളെയും തമ്മിൽ ഇടയിൽ ഒരാൾ പ്രവർത്തിക്കുന്നുണ്ട്. അതാണ് ട്രേഡേഴ്സ് ഉണ്ട്. Okay, traders ഉണ്ട്. The wholesale trader first buys goods in large quantities. അവരത് ഹോൾസെയിൽ ആയിട്ട് എടുക്കും. ഓക്കെ, ഈ ട്രേഡേഴ്സ് ഈ പ്രൊഡ്യൂസേഴ്സിന്റെ കയ്യിൽ നിന്ന് ഹോൾസെയിൽ ആയിട്ട് സാധനങ്ങൾ എടുക്കും. The wholesale trader first buys goods in large quantities. For example, the vegetable wholesale trader will not buy a few kilos of vegetables. വെജിറ്റബിളിന്റെ ഹോൾസെയിൽ ആയിട്ട് വാങ്ങിക്കുന്ന ഒരാള് കുറച്ച് വെജിറ്റബിൾ അല്ല വാങ്ങിക്കുക, ഇൻസ്റ്റന്റ് എന്താ ചെയ്യുക, ബട്ട് വിൽ ബൈ ഇൻ ലാർജ് ലോട്ട്സ് ഓഫ് 25 to 100 kilos. ഒരു 25 കിലോ അല്ലെങ്കിൽ മിനിമം ഒരു 25 കിലോ എങ്കിലും അവർ വാങ്ങിക്കും, അല്ലെങ്കിൽ ഒരു 100 കിലോ വരെയൊക്കെ അവര് വാങ്ങിക്കും. അങ്ങനത്തെ ആൾക്കാർക്കാണ് അവർ കൊടുക്കുക. ഹോൾസെയിൽ ആയിട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ വല്ല ബൾക്കായിട്ട് എടുക്കണം. And those will then be sold to other traders. അത് എന്നിട്ട് വേറെ ട്രേഡേഴ്സിന് കുറച്ചായിട്ട് കൊടുക്കും. In these market, buying and selling take place between traders. ഇനി മാർക്കറ്റില് എന്താണ്, ട്രേഡേഴ്സിന്റെ ഇടയിലാണ് ബൈയിങ്ങും സെല്ലിംഗ് ഒക്കെ നടക്കുന്നത്. It is through these links of traders that goods reach far away places. The trader who finally sells to the consumer is the retailer. ഓക്കെ, ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഇത് കൺസ്യൂമറിന്റെ കയ്യിൽ, ഇത് വേണ്ട ആൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കൺസ്യൂമറിന്റെ കയ്യിൽ എത്തുന്ന ആളെ നമ്മൾ എന്താ പറയാ, റീറ്റെയിലർ എന്നാ പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ ഹോൾസെയിലും പഠിച്ചു, റീറ്റെയിലും പഠിച്ചു അല്ലെ. ഫസ്റ്റ് ഹോൾസെയിൽ ആയിട്ട് വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, ഫുള്ള് സാധനങ്ങളും അല്ലെ ബൾക്കായിട്ട് വാങ്ങിക്കുന്ന ഹോൾസെയിൽ എന്ന് പറയുന്നത്. റീറ്റെയിൽ എന്ന് പറയുമ്പോൾ ലാസ്റ്റ് അല്ലെ കൺസ്യൂമറിന്റെ അടുത്തേക്ക് ലാസ്റ്റിലേക്ക് എത്തുന്നതാണ് റീറ്റെയിലർ എന്ന് പറയുന്നത്. This could be a trader in a weekly market, a hawker in the neighborhood, or a shop in the shopping complex. ഏതോ ആയിക്കോട്ടെ അല്ലെ, കൺസ്യൂമറിന്റെ കയ്യില് ലാസ്റ്റ് ആരാണോ കൊടുക്കുന്നത്, ചിലപ്പം വീക്ക്ലി മാർക്കറ്റിലുള്ള ആളായിരിക്കും, അല്ലെ ഒരു ഷോപ്പ് കീപ്പറിലുള്ള ആളായിരിക്കും, അല്ലെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിലുള്ള ആളായിരിക്കും. പക്ഷെ ലാസ്റ്റ് എത്തുന്ന ആൾക്കാര് ആരാണോ അവരെയാണ് എന്ത് പറയുന്നത്, റീറ്റെയിലർ എന്ന് പറയുന്നത്. Every city has areas for wholesale market. സിറ്റീസില് ഹോൾസെയിൽ മാർക്കറ്റിനുള്ള സ്ഥലമുണ്ട്. This is where goods first reach and then are supplied to other traders. നമ്മൾ പറഞ്ഞു അല്ലെ, ഹോൾസെയിൽ മാർക്കറ്റ് എന്നാണ് ബാക്കി ട്രേഡേഴ്സിന് അല്ലെ, കുറച്ച് ചെറിയ ട്രേഡേഴ്സ് ആയിട്ട് അത് പർച്ചേസ് ചെയ്യും. Roadside hawker whom you read about earlier would have purchased a large quantity of plastic items from a wholesale trader in the town. He in turn might have bought these from another even bigger wholesale trader in the city. അപ്പം ഫാക്ടറിയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഒരു വലിയ ഹോൾസെയിൽ ട്രേഡർ എടുത്തിട്ടുണ്ടാവും, ബാക്കി ഇത് പിന്നെ ചെറിയ ട്രേഡേഴ്സിന്, അവരിൽ അതിലും ചെറിയ ട്രേഡേഴ്സിന്, അതിലും ചെറിയ ട്രേഡേഴ്സിന് ഇങ്ങനെ പോയി ലാസ്റ്റ് നമ്മുടെ അടുത്തേക്കൊക്കെ എത്തുമ്പം റീറ്റെയിലർ ഷോപ്പിലേക്കായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. The city wholesale trader would have bought a large quantity of plastic items from the factory and stored them in the godown. അവരത് ഗോഡൌണിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും. In this way, a chain of market അല്ലെ, നമ്മൾ ഫാക്ടറിയിൽ നിന്ന് ഉണ്ടാക്കിയ ഉടനെ തന്നെയാണോ നമുക്ക് വീട്ടിൽ സാധനം കിട്ടുന്നത്? അല്ല, കുറെ ആൾക്കാർ വാങ്ങിയിട്ടാണ് നമുക്ക് നമ്മുടെ അടുത്തുള്ള കടയിൽ നിന്ന് അത്
കിട്ടുന്നത്. സോ എ ചെയിൻ ഓഫ് മാർക്കറ്റ് ഈസ് സെറ്റ് അപ്പ്. When we purchase, we may not be aware of the chain of market through which these goods travel before they reach us. അല്ലെ, നമ്മളിത് വാങ്ങിക്കുമ്പോൾ ഇത് വല്ലതും ആലോചിച്ചിട്ടാണോ നമ്മൾ ഇത് ഇത്രയും സ്ഥലങ്ങളിലൂടെ അല്ലെങ്കിൽ ഇത്രയും ട്രേഡേഴ്സിന്റെ ഇടയിൽ കൈമാറിയാണ് നമ്മുടെ കയ്യിലെത്തുന്നത്. സോ നമ്മൾ ഇത് വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ ഇതൊന്നും വാങ്ങിക്കില്ല, നമ്മൾ ജസ്റ്റ് നമ്മുടെ കടയിൽ പോയിട്ട് വാങ്ങിക്കുന്ന ഒരു ലാഘവത്തില് പോയിട്ട് വാങ്ങിയിട്ട് വരും. നെക്സ്റ്റ് നമ്മള് നോക്കുന്നത് അഫ്താബിനെ പറ്റിയിട്ടാണ്. ദ ഹോൾസെയിലർ ഇൻ ദ സിറ്റി. സിറ്റിയിലുള്ള ഒരു ഹോൾസെയിലർ ആയിട്ടുള്ള അഫ്താബിന്റെ കഥയാണ് പറയുന്നത്. അഫ്താബ് is one of the wholesale traders who purchases in bulk. ഹോൾസെയിൽ ട്രേഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് ഹോൾസെയിൽ ട്രേഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൾക്കായിട്ട് സാധനങ്ങൾ വാങ്ങിക്കുന്ന ആൾ, അല്ലെ, ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യും. His business starts around 2 o'clock in the morning. രാവിലെ 2 മണിക്ക്, അല്ലെ, രാവിലെ 2 മണി എന്നൊക്കെ പറഞ്ഞാൽ ഏതാ ടൈം, നമ്മൾ നന്നായിട്ട് ഉറങ്ങുന്ന സമയമാണ്, അല്ലെ, 2 മണി എന്ന് പറയുന്നത്. അപ്പം ആ സമയത്ത് പോയിട്ട് വെജിറ്റബിൾ എത്തുന്ന അപ്പോഴായിരിക്കും ആ വെജിറ്റബിൾസ് ഒക്കെ മാർക്കറ്റിൽ എത്തുന്നത്. അപ്പൊ ആ സമയത്ത് പോയിട്ട് ഈ സാധനം ഹോൾസെയിലായിട്ട് എന്ത് ചെയ്യും, പർച്ചേസ് ചെയ്യും, ഒരുമിച്ച് എടുക്കും. This is the time when the vegetable market starts buzzing with activity. The vegetables come in trucks, matadors, tractor, trolleys from farms both near and far. Soon the process of auctions begins. അപ്പൊ തന്നെയാണ് ആ വെജിറ്റബിളിന്റെ മാർക്കറ്റിംഗും കാര്യങ്ങളൊക്കെ അപ്പൊ തന്നെ നടക്കും. Aftab participates in this auction and decides what he will buy. Today, for example, he bought 5 quintals of cauliflower, 10 quintals of onion. അപ്പൊ 5 കിൻഡൽ cauliflower 10 കിൻഡൽ ഓണിയനും വാങ്ങിച്ചു. He has a shop in the market where he stores the vegetables that he has bought. അദ്ദേഹത്തിന് ആ മാർക്കറ്റിൽ ഒരു ഷോപ്പ് ഉണ്ട്. അപ്പൊ അയാള് ആ ഹോൾസെയിൽ ആയിട്ട് വാങ്ങിച്ച സാധനം ഇദ്ദേഹത്തിന്റെ മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. From here he sell to hawkers and shopkeepers who start coming to the market around 6 in the morning. അപ്പൊ അയാള് അന്നത്തെ സാധനം പുലർച്ചെ 2 മണിക്ക് കൊണ്ടുപോയി വാങ്ങി വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഒരു 6 മണിയൊക്കെ സമയമാകുന്ന സമയത്ത് അതിനേക്കാളും താഴ്ന്ന ട്രേഡേഴ്സ് അവര് വന്നിട്ട് എന്ത് ചെയ്യും, ഈ സാധനങ്ങൾ ഒരു 6 മണിക്ക് നേരം വെളുത്ത ഒരു 6 മണിയൊക്കെ ആകുന്ന സമയത്ത് ഇവര് വന്നിട്ട് വാങ്ങിയിട്ട് പോകും. They have to organize their purchases so that they can start their shop for the day around 10 in the morning. അപ്പം ഒരു 6 മണി സമയത്ത് ഇവര് പോയി വാങ്ങുന്ന സമയത്ത് എന്താണ്, ഇവരിത് വാങ്ങിയിട്ട് അവരുടെ കടയിൽ പോയിട്ട് എത്തിക്കണം. കടയിൽ ഒരു 10 മണിയൊക്കെ സമയമാകുന്ന സമയത്ത് കടയില് ആൾക്കാർക്ക് സാധനം വാങ്ങാൻ കണക്കാക്കിയിട്ട് ഈ വെജിറ്റബിൾസ് 10 മണിയൊക്കെ ആകുന്ന സമയത്ത് ഈ ഏറ്റവും താഴെയുള്ള ട്രേഡേഴ്സിന് എന്ത് ചെയ്യണം, കടയിൽ എത്തിക്കണം. അങ്ങനെ ഒരു ചെയിൻ ഓഫ് ബിസിനസ് അല്ലെ ചെയിൻ ഓഫ് മാർക്കറ്റിംഗ് ആണ് നമ്മൾ ഒരു സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണ് മാർക്കറ്റ്സ് എവ്രിവെയർ. മാർക്കറ്റ്സ് എവ്രിവെയർ. So far we have seen different marketplaces where people buy and sell a variety of goods and services. അല്ലെ, നമ്മൾ ഒത്തിരി ആൾക്കാർ അല്ലെ ഗുഡ്സ് വാങ്ങിക്കുകയും വിൽക്കുകയൊക്കെ ചെയ്യുന്ന സർവീസസ് നമ്മൾ കണ്ടു. All these markets are in a specific locality and works in a particular manner and time. However, it is not always necessary that one has to go to market to purchase goods. അല്ലെ, നമ്മൾ എപ്പോഴും മാർക്കറ്റ് പോയാൽ മാത്രമേ നമുക്ക് സാധനം കിട്ടുന്ന ഇല്ല കേട്ടോ. എന്താണ്, you can place orders for a variety of things through the phone. നമുക്ക് ഫോണിൽ ഓർഡർ ചെയ്യില്ലേ, നമ്മൾ ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്യുക, മീഷോയില് മിന്ത്രയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട്. ആമസോണിൽ അല്ലെ നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. നമ്മൾ മാർക്കറ്റില് നമ്മൾ ഡയറക്റ്റ് പോയിട്ട് ഇറങ്ങിയിട്ട് വാങ്ങിച്ചിട്ടൊന്നും വരേണ്ടതില്ല. These days through the internet and the goods are delivered at your home. അല്ലെ, സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്യില്ലേ, നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യാൻ പറ്റും നമുക്ക് അല്ലെ. അപ്പൊ എന്ത് ചെയ്യും, അവര് നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന സാധനം തരും. In clinics and nursing homes, you may have noticed sales representatives waiting for doctors. അല്ലെ, ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ സെയിൽസിന്റെ ആൾക്കാർ അല്ലെ, സെയിൽസിന്റെ റെപ്രസെന്റേറ്റീവ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഡോക്ടേഴ്സിനെ കാത്തുക്കുന്നുണ്ട്. എന്താണ്, മെഡിസിൻ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ. എന്താണ്, ഡോക്ടേഴ്സ് അത് എഴുതണം, മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്സ് ഉണ്ടാവും. അപ്പൊ അവരുടെ ബ്രാൻഡിന്റെ മെഡിസിൻസ് എഴുതാൻ വേണ്ടിയിട്ട് അവർ ഡോക്ടേഴ്സിന്റെ അടുത്ത് വന്നിട്ട് പറയും, ഞങ്ങളുടെ ബ്രാൻഡിന്റെ ഈ മെഡിസിന് ഒന്ന് എഴുതാൻ വേണ്ടിയിട്ട് ഡോക്ടേഴ്സ്. അപ്പൊ അതും അവിടെ എന്താണ് നടക്കുന്നത്,
സെയിലാണ് നടക്കുന്നത്. Such persons are also engaged in the selling of goods. Thus, buying and selling take place in different ways, not necessarily through shops in the market. അപ്പം കടകളിൽ പോയിട്ട് മാർക്കറ്റിൽ പോയിട്ട് കടകളെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് മാത്രമല്ല ബൈയിങ്ങും സെല്ലിങ്ങും ഒക്കെ നടക്കുന്നത് അല്ലെ. നമ്മൾ ഓൺലൈനായിട്ട് കണ്ടു, ഇനി നമുക്ക് ഓൺലൈനായിട്ട് വിൽക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അല്ലെ. നമുക്ക് ഓൺലൈനായിട്ട് വിൽക്കാനുള്ള ഓപ്ഷനും ഉണ്ട്, അതുപോലെ തന്നെ വാങ്ങിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഡയറക്റ്റ് ഇൻ പേഴ്സൺ പോയിട്ട് അല്ലെ. മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്സ് എന്താ ചെയ്യുന്ന, ഇൻ പേഴ്സൺ പോയിട്ട് അവരുടെ ബ്രാൻഡ് അഡ്വർടൈസ് ചെയ്തിട്ട് അല്ലെ, ആ തരത്തിലുള്ള മെത്തേഡ്സും ഉണ്ട്. അപ്പൊ അത് മാർക്കറ്റ് തന്നെ വേണമെന്നില്ല നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, സാധനങ്ങൾ വാങ്ങിക്കാനും വിൽക്കാനും വേണ്ടിയിട്ട്. The market that we looked at above are the ones that we recognize easily. However, there are markets that we may not be so aware of. This is because a large number of goods are bought and sold that we don't use directly. For example, a farmer uses fertilizers grow crops that he purchases from special shops in the city, and they in turn get them from factories. അല്ലെ, ചില സാധനങ്ങൾ ചില സ്പെസിഫിക് സ്ഥലത്തേ ഉണ്ടാവുള്ളൂ. ഒരു ഫാമറിന് വേണ്ട ഫെർട്ടിലൈസേഴ്സ് അദ്ദേഹം അതിന്റെ അടുത്തുള്ള ഒരു കടയിൽ അത് മാത്രം ഫെർട്ടിലൈസേഴ്സ് വിൽക്കുന്ന ഒരു ഷോപ്പ് പോയി വാങ്ങിച്ചാലേ അയാൾക്ക് കിട്ടുള്ളൂ. ആ കടയിൽ ആ സാധനം എവിടെ നിന്നായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക, ചിലപ്പം ഫാക്ടറിയിൽ നിന്ന് കൊണ്ടുവന്നായിരിക്കും. അപ്പം ആ ഒരു രീതിയിലുള്ള ഒരു മാർക്കറ്റ് അവിടെ വരുന്നുണ്ട്. A car factory purchases engine, gears, petrol, tanks, axles, wheel, etc. from various other factories. അല്ലെ, ഒരു കാർ ഫാക്ടറിന്റെ വീല് അല്ലെങ്കിൽ പെട്രോൾ അതിന്റെ സാധനങ്ങളൊക്കെ അവർ ചിലപ്പോൾ വേറെ വേറെ സ്ഥലത്തു നിന്നായിരിക്കും അത് പർച്ചേസ് ഉണ്ടാവുന്നുണ്ടാവുക. We don't usually see all the buying and selling, but only the final product, the car in the ഷോറൂം. നമ്മൾ കാണുന്ന സമയത്ത് അല്ലെ വീല് വേറെ സ്ഥലത്ത്, ആക്സൽസ് അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങൾ ബാക്കി സെറ്റിങ്സും പാർട്സ് ഒക്കെ വേറെ വേറെ ഫാക്ടറീസ് നിന്നായിരിക്കും ചിലപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. നമ്മൾ അവരുടെ ഷോറൂമിൽ പോയിട്ട് നമ്മൾ കാർ വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ കാറാ നോക്കുക അല്ലെ, അല്ലാതെ ഇവർ ഇതിന്റെ വീല് എവിടെ നിന്ന് വാങ്ങിച്ചു അല്ലെങ്കിൽ ആ രീതിയിൽ നമ്മൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ പോകാറില്ല. നമ്മൾ നമ്മുടെ കയ്യിൽ കിട്ടുന്ന ആ പ്രോഡക്റ്റ്, കാർ കൊള്ളാമോ, അല്ലെങ്കിൽ കാറിന് എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ എങ്ങനത്തൊക്കെയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്, ഇത് അഡ്വാൻസ് ടെക്നോളജിയാണ്, ഇതൊക്കെ നമ്മൾ നോക്കുള്ളൂ. അല്ലാതെ ഇത് എവിടെ നിന്ന് പർച്ചേസ് ചെയ്തു, ഇവരിത് എവിടെ നിന്നാണ് കിട്ടിയത്, അവർക്ക് ഇത് എവിടെ നിന്ന് കിട്ടി കൊണ്ടുവന്നൊന്നും നമ്മൾ അത്ര നോക്കാറില്ല. സ്റ്റോറി ഈസ് സിമിലർ ഫോർ എനി അതർ ഗുഡ്. ഇത് കാർ എക്സാമ്പിൾ പറഞ്ഞാണ്, വേറെ ഏതൊരു സാധനമാണെങ്കിലും അങ്ങനെയാണ് അല്ലെ. പല പാർട്സും പല 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 സ്ഥലത്തുനിന്നായിരിക്കും ചിലപ്പം കിട്ടുന്നുണ്ടാവുക. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് മാർക്കറ്റ്സ് ആൻഡ് ഇക്വാലിറ്റി. മാർക്കറ്റ്സും ഇക്വാലിറ്റി. സോ in this chapter we have looked at shop owners in a weekly market and those in a shopping complex. അല്ലെ, നമ്മള് വീക്ക്ലി മാർക്കറ്റിലുള്ള ഷോപ്പ് ഓണേഴ്സിനെ നോക്കി, ഷോപ്പിംഗ് കോംപ്ലക്സ് നമ്മൾ കണ്ടു. And they are very different people. One is a small trader with a little money to run the shop, whereas the other is able to spend a lot of money to set up the shop. അല്ലെ, നമ്മൾ കണ്ടു അല്ലെ. ഇപ്പം മറ്റേ ആൾക്കാർ ഷോപ്പ് കീപ്പർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അയാൾ റെന്റ് കൊടുക്കണം, അയാൾക്ക് ചെറിയൊരു എമൗണ്ട് ഇലക്ട്രിസിറ്റി ബില്ല് വരുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. മറ്റേ എന്താണ്, വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു എയർ കണ്ടീഷൻ ചെയ്തിട്ടല്ലേ, വളരെ നീറ്റായിട്ട് എപ്പോഴും ക്ലീനേഴ്സ് ഒക്കെ ഉണ്ടാവും അല്ലെ, എപ്പോഴും ഭയങ്കര നീറ്റ് ആൻഡ് ടൈറ്റ്, ഭയങ്കര ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുന്നുണ്ട്. അപ്പം അതിനനുസരിച്ച് ഒത്തിരി വർക്കേഴ്സ് ഉണ്ടാവും, മറ്റേ ആളെ അസിസ്റ്റ് ചെയ്യാൻ ചിലപ്പം ആളുടെ വീട്ടിലുള്ള വൈഫോ കുട്ടികളൊക്കെ ആയിരിക്കും അല്ലെ, വീട്ടു ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കും ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവുക. മറ്റേ ഷോപ്പിംഗ് കോംപ്ലക്സ് ആകുമ്പോൾ ഒത്തിരി വർക്കേഴ്സ് ജോലി ചെയ്യാനൊക്കെ ഉണ്ടാവും. അപ്പൊ ആ ഒരു ഡിഫറൻസ് അവിടെ ഉണ്ട്. അപ്പം ചെറിയ ഷോപ്പ് കീപ്പേഴ്സിന് കുറച്ച് മണി ഉണ്ടാവുള്ളൂ, എന്താണ് വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ് നടത്തുന്ന ആൾക്കാർക്ക് ലോട്ട് ഓഫ് മണി ടു സെറ്റ് അപ്പ് ദി ഷോപ്പ്. They also earn unequal amount. അല്ലെ, രണ്ടുപേരും ചെയ്യുന്ന ഒരേ തൊഴിലാ അല്ലെ, കച്ചവടമാണ് ചെയ്യുന്നത്, പക്ഷെ രണ്ടാൾക്കാർക്കും കിട്ടുന്ന എമൗണ്ട് അല്ലെങ്കിൽ ലാഭം, പ്രോഫിറ്റ് സിമിലർ ആണോ? അല്ല. The weekly market trader earns little compared to the profit of a regular shop owner and a shopping complex. അല്ലെ, വീക്കിലി മാർക്കറ്റ് നടത്തുന്ന ആൾക്കാർ കുറച്ച് വളരെ കുറഞ്ഞൊരു എമൗണ്ട് ആയിരിക്കും അവർക്ക് കിട്ടുന്നുണ്ടാവും. പക്ഷെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിൽ അല്ലെ നമ്മൾ കണ്ടു വീക്കിലി മാർക്കറ്റിൽ ചിലപ്പം
300 രൂപയ്ക്ക് വിൽക്കുന്ന സാധനം അതിന്റെ 5 times അല്ലെങ്കിൽ 6 times 5 more, അതിനേക്കാളും എത്രയും എമൗണ്ട്, ഡബിൾ ട്രിപ്പിൾ അത്രയും ടൈമിലായിരിക്കും ഇപ്പൊ ബ്രാൻഡഡ് സാധനങ്ങളൊക്കെ സെല്ല് ചെയ്യുന്ന ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിൽ കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത്. അപ്പം അയാൾക്ക് ഒരു പ്രോഡക്റ്റ് സെയിൽ ആവുന്നപ്പോ തന്നെ ഇയാൾക്ക് കിട്ടുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് പൈസ കിട്ടുന്നുണ്ട്. അപ്പം കിട്ടുന്ന പൈസയിലും എന്തുണ്ട്, വ്യത്യാസമുണ്ട്. Similarly, buyers are differently placed. There are many who are not able to afford the cheap cost of the goods while others are busy shopping in the malls. ചില ആൾക്കാർക്ക് മാളിൽ നിന്ന് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അവരുടെ സോഷ്യൽ സ്റ്റാറ്റസ്, അവർക്ക് എന്താ ബ്രാൻഡഡ് സാധനങ്ങൾ മാത്രമേ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടാവുള്ളൂ. അപ്പൊ അവർ മാളിൽ നിന്ന് മാത്രമേ അത് പർച്ചേസ് ചെയ്യുള്ളൂ. ബാക്കിയുള്ള ആൾക്കാര് എന്താ കടയിൽ നിന്നും കുഞ്ഞിക്കടയിൽ നിന്നൊക്കെ പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കും. Thus, whether we can be buyers or sellers in these different markets depends among other things on the money that we have. അല്ലെ, നമ്മളൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിക്കുക, അല്ലെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ ഒരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിച്ചോ, നമ്മളെ കയ്യിൽ എന്ത് വേണം, പൈസ വേണം, അല്ലെ, വലിയൊരു എമൗണ്ട്, ഹ്യൂജ് എമൗണ്ട് മണി നമുക്ക് വേണം. അതേ സ്ഥാനത്ത് നമ്മളൊരു ചെറിയൊരു കട തുടങ്ങുകയാണെന്ന് വിചാരിച്ചു, ചെറിയ സെറ്റപ്പിൽ, അപ്പൊ നമുക്ക് കിട്ടുന്ന ലാഭവും കുറവായിരിക്കും. പക്ഷെ അതിനു വേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് എന്തായിരിക്കും, കുറവായിരിക്കും. Okay, we have also examined the chain of markets that is formed before goods can reach us. അല്ലെ, നമ്മൾ അതും കണ്ടു. അല്ലെ, ഒരു സാധനം ഫാക്ടറിയിൽ ഫോം ചെയ്തിട്ട് നമ്മളെ കയ്യിൽ എത്തുന്നത് വരെയുള്ള ചെയിൻസ് ആരുടെ ഒക്കെ ഇടയിൽ കൂടെ പോകുന്നു എന്നുള്ള കാര്യവും നമ്മൾ കണ്ടു. It is through this chain that what is produced in one place reaches people everywhere. When things are sold, it encourages production and new opportunities are created for people to earn. അല്ലെ, പുതിയ സാധനങ്ങൾ വിറ്റുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും, കൂടുതൽ എംപ്ലോയ്മെന്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. സോ ഇത്രയും ആയിട്ടുള്ള വളരെ ചെറിയൊരു ചാപ്റ്റർ ആയിരുന്നു. നമുക്ക് ഇത്രയും മാത്രമേ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. അപ്പൊ ഈ ഒരു സെഷനിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഫസ്റ്റ് സെഷനിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്? 2 തരത്തിലുള്ള ഷോപ്പിംഗ്, അല്ലെ, വീക്ക്ലി മാർക്കറ്റിനെ പറ്റി പഠിച്ചു, അതുപോലെ തന്നെ ഷോപ്പ് കീപ്പേഴ്സിനെ പറ്റിയിട്ട്, അല്ലെ, നമ്മളെ നെയ്ബർഹുഡ് ഷോപ്പ് കീപ്പറെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇവിടെ നമ്മൾ ഷോപ്പിംഗ് കോംപ്ലക്സ് അല്ലെങ്കിൽ മാൾസിനെ പറ്റിയിട്ട് പറഞ്ഞു. അവിടെ ബ്രാൻഡഡ്, നോൺ ബ്രാൻഡഡ് ഐറ്റംസ്. ബ്രാൻഡഡ് ഐറ്റംസ് എന്ന് പറയുന്നത് കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനമാണെന്ന് നമ്മൾ പഠിച്ചു, അല്ലെ. പിന്നെ നമ്മൾ മാർക്കറ്റിന്റെ ചെയിൻ നമ്മൾ പഠിച്ചു, അല്ലെ. നമുക്ക് ഹോൾസെയിൽ ആയിട്ട് ഡയറക്റ്റ് പോയിട്ട് എടുക്കാൻ പറ്റില്ല, അല്ലെ. ഹോൾസെയിൽ ആയിട്ട് എടുക്കുന്ന ആൾക്കാർ, പിന്നെ താഴെയുള്ള ട്രേഡേഴ്സ്, അല്ലെ. നമ്മളൊരു കഥ പഠിച്ചു, അല്ലെ. അയാൾ അവിടെ രാവിലെ 2 മണിക്ക് പോയിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് വെക്കും. 6 മണിയാകുമ്പോഴത്തേക്കാണ് അടുത്ത ട്രേഡർ വരിക. അടുത്ത ട്രേഡർക്ക് അത് 10 മണിയാകുന്ന സമയത്തേക്ക് അയാളുടെ ഷോപ്പിൽ അത് എത്തിക്കുകയും ചെയ്യണം. അതിനുള്ള മാർക്കറ്റും ചെയ്യണം. അതുപോലെ തന്നെ മാർക്കറ്റ് എവ്രിവെയർ എന്ന് പറയുമ്പോൾ നമുക്ക് പല തരത്തിലുള്ള, അല്ലെ, നമുക്ക് ഓൺലൈൻ ചെയ്യാൻ പറ്റും, അല്ലെ. നമ്മൾ ഡയറക്റ്റ് ഷോപ്പിൽ പോകാതെ ഓൺലൈൻ മാർക്കറ്റിംഗ് ഉണ്ട്, നമുക്ക് സെയിൽ ചെയ്യാനും പറ്റും നമ്മൾ. അതുപോലെ തന്നെ അത്തരം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഫൈനൽ പ്രോഡക്റ്റ് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ മാർക്കറ്റിലുള്ള ഈക്വാലിറ്റി നമ്മൾ പറഞ്ഞു, അല്ലെ. ഒരു വീക്കലി മാർക്കറ്റ് ചെയ്യുന്ന ആൾക്ക് ഉള്ള പൈസ, അല്ലെങ്കിൽ ഒരു നെയ്ബർഹുഡ് ഷോപ്പിൽ സെയിൽ നടത്തുന്ന ആളുടെ പൈസയും ഒരു ഷോപ്പിംഗ് കോംപ്ലക്സില് ബിസിനസ് അല്ലെങ്കിൽ മാർക്കറ്റ് ചെയ്യുന്ന ആളുടെ പൈസയും, അവരുടെ ഇൻകവും അവരുടെ ഇൻവെസ്റ്റ്മെന്റും, അല്ലെ. അവരാദ്യം കുറെ പൈസ അങ്ങോട്ട് ഇടണം, എന്നാൽ മാത്രമേ അവർക്ക് അത്ര ഇൻകം കിട്ടുള്ളൂ. അപ്പൊ അതും എന്താണ്, വലിയൊരു ഡിഫറൻസ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഇത്രയാണ് മാർക്കറ്റ്സ് അറൗണ്ട് അസ് എന്ന് പറയുന്ന ഈ ഒരു ചെറിയൊരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. നന്നായിട്ട് വായിക്കാം, നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, അല്ലെ. നമ്മൾ ക്രെഡിറ്റ് എടുക്കുന്നത്, അല്ലെ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഡെയിലി ലൈഫിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ മാർക്കറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് മാത്രമാണ് ഈ ഒരു ചെറിയ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. സോ താങ്ക് യു.